and refreshing, sent from the Savior above. Shows of blessing, shows of blessing we needed. Mercy drops round us are falling, but for the shows of splendor. Mercy drops round us are falling, but for the shows of splendor. Good afternoon. Good afternoon, ma'am. Good Good afternoon, afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഓക്കെ, പ്രയർ കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു. സൈനിങ് കഴിഞ്ഞായിരുന്നോ? ഇല്ല മാം. സൈൻ ഇൻ പറയട്ടെ. സൈനിങ് പറഞ്ഞു. Good afternoon, everyone. Welcome to our teacher, Ashwari ma'am, and all my friends. I am so glad we are all here. Let's enjoy today's class and learn a lot together. Thank you. ഓക്കെ, തോട്ട് ഓഫ് ദ ഡേ. തോട്ട് ഓഫ് ഡേ ഞാനാണ് പറയാം. മദർ തെരേസയുടെ ദരിദ്രരെയും രോഗികളെയും സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്ന മഹത് വ്യക്തിയായിരുന്നു. അവർ നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്കും വലിയ മൂല്യമുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് ഇന്നും ലോകം മദർ തെരേസയെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നത്. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ചെയ്തത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തല്ലേ? ഓക്കെ. സൈമൺ സേസും ചൈനീസ് വിസ്പറും പ്രസന്റ് ചെയ്തായിരുന്നോ? ചൈനീസ് വിസ്പർ ചെയ്തു, സൈമൺ സേസ് ചെയ്തിട്ടില്ല. സൈമൺ സേസ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാന്നാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെയല്ല, പ്രിപ്പയർ എന്നാവണെച്ചാ അന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞേ, നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ട് വരാനല്ലേ പറഞ്ഞേ? അല്ല, ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്യുന്നു, ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ട്. സൈമൺ സേസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ട് വരാനാ പറഞ്ഞത് അല്ലേ? പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? സൈമൺ സേസ് മാം ഇന്ന് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാരും അവരുടേതായ ചില പേഴ്സണൽ ഇഷ്യൂസ് തിരക്കായതുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെ അല്ലേ? മാം നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ. മാം യൂണിറ്റ് 3 ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റിന്റെ മോക്ക് ടെസ്റ്റ് തന്നില്ലെന്ന് തോന്നുന്നു. തന്നേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാ, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇനി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. യൂണിറ്റ് 9 അതൊന്ന് ഇൻട്രൊഡക്ഷൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇൻട്രൊഡക്ഷൻ. ഓക്കെ, കാണുന്നുണ്ടോ? PDF കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, കാണുന്നില്ല. ഒരു സെക്കൻഡ്.
പറ്റുന്നുണ്ടോ? ഡിഫൻസ് മെക്കാനിസം ഇൻട്രൊഡക്ഷൻ വായിക്കാം. വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാട്ടാ. കഴിഞ്ഞോ? എന്താണ് ഈ ഡിഫൻസ് മെക്കാനിസം? നിങ്ങൾ ആ വേർഡ് കേട്ടിട്ടുണ്ടോ? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? കേട്ടിട്ടുണ്ട്. എന്താണ് സോജി കേട്ടിട്ടുള്ളതെന്ന് ഷെയർ ചെയ്യാമോ? ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പിന്നെ ഉള്ളിലുള്ള ഒരു പ്രതിരോധ സിസ്റ്റം അല്ലേ മാം അത്? ബോഡിയുടെ ഉള്ളില് ബോഡിയുടെ ഉള്ളിൽ എന്ന് പറയുന്നതിനേക്കാളും മൈൻഡിന്റെ ഉള്ളിലല്ലേ? ആണോ? എന്താ മാം? മൈൻഡിന്റെ ഉള്ളിലാണോ? സൈക്കോളജി റിലേറ്റ് ചെയ്യുമ്പോ നമ്മള് ബോഡി മൈൻഡ് പറയില്ലേ? ഓക്കെ. മൈൻഡിന്റെ ഉള്ളിലും ബോഡിയുടെ ഉള്ളിലായാലും ഒരു പ്രതിരോധ ശേഷി, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു പ്രതിരോധ ശേഷിയാണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ
ആ പ്രതിരോധ സംവിധാനം. ശരിയാണ്. പ്രതിരോധ സംവിധാനമാണ് എന്ത്? ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, പിന്നെ നമ്മളെ മനസ്സിനുണ്ടാവുന്ന പ്രശ്നങ്ങള് നമുക്ക് താങ്ങി നിർത്താൻ കഴിയുന്ന ഒരു ശക്തി നമ്മളെ മനസ്സിലുണ്ട്. അതാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് അത് സോൾവ് ചെയ്യാൻ കഴിയും നമ്മളെ മനസ്സിന്. ശരിയാണ്, അത് ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സംവിധാനമാണ് മാം. ഉള്ളിൽ തന്നെ അക്വയർഡ് അല്ല, ഇറ്റ് ഇസ് എ പാസീവ്. പാസീവ് അല്ല, ഇറ്റ് ഇസ് എ അക്വയർഡ്. എന്താണ് കേട്ടില്ല? ഇറ്റ് ഈസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു മെക്കാനിസം. ഉള്ളിൽ തന്നെ ഉള്ള ഒരു മെക്കാനിസം ആണ് അല്ലെ ഡിഫൻസ് മെക്കാനിസം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലെ? അതിനകത്ത് ആർക്കും തർക്കമില്ലല്ലോ, എല്ലാവരും മനുഷ്യരല്ലേ? ആണോ? അതെ. നമ്മുടെ ലൈഫില് എപ്പോഴും നമുക്ക് സുഖം ഉണ്ടാവോ, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ദുഃഖം ഉണ്ടാവോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ് അല്ലെ, ഒരു മിക്സ് ആണ്. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഒരു മിക്സ് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ട്രാജഡി വന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കില്ലല്ലോ അല്ലെ? ഇടയ്ക്ക് എവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കയറി വരില്ലേ? അങ്ങനെയല്ലേ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നേ? അപ്പോ ഇങ്ങനെ, അതായത് ഓരോ മനുഷ്യരുടെ ജീവിതത്തില് മനുഷ്യ ജീവിതം ഇങ്ങനെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ അതെന്തെങ്കിലും ദുരന്തം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പരാജയമാകാം, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങളാകാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? വല്ലാതെ വിഷമിക്കും, ഇല്ലേ? നമ്മുടെ മനസ്സ് വല്ലാതെ വിഷമിക്കാറില്ലേ? ഉണ്ടോ? വല്ലാതെ വിഷമിക്കാറുണ്ട് അല്ലെ? ഭയങ്കര പെയിൻഫുൾ അല്ലെ? ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും നമ്മൾ കടന്ന് പോകുന്നത്. അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തില് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? ആ പ്രശ്നത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില തന്ത്രങ്ങൾ രൂപപ്പെടും. ഇതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും എന്തുണ്ട്? മനുഷ്യരാണെങ്കിൽ ഡിഫൻസ് മെക്കാനിസം അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് തന്റെ ഇടത്തോടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കാം. ഓക്കെ, ഇപ്പൊ ചില മനുഷ്യര് പറയുവാണെങ്കിൽ സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട് അല്ലെ? നമുക്ക് എന്തെങ്കിലും ഹാപ്പിനെസ്, നമുക്ക് എന്തെങ്കിലും സക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളും കാണാൻ പോവാറില്ലേ? ട്രാവൽ ചെയ്യാറില്ലേ? കുടുംബക്കാരെയും ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ട്രാവൽ ചെയ്യാറുണ്ട് അല്ലെ? നമ്മള് മാളിൽ പോകും, ബീച്ചിൽ പോകും, ഐസ്ക്രീം പാർലറിൽ പോകും അല്ലെ? ഫുഡ് കഴിക്കാനായിട്ട് പോകും, അമ്പലങ്ങളിൽ പോകാം. അങ്ങനെ കുറെ അധികം സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പോവാറുണ്ട്. സന്തോഷം വരുമ്പോ മാത്രമല്ല പക്ഷെ നമ്മൾ പോകുന്നത്, സങ്കടം വരുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നമ്മള് സ്ഥലങ്ങളില് പോകാറുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകുന്നത്? ഇതുപോലെ തന്നെ ചില ആളുകൾ മാളുകളിൽ പോവാറുണ്ട്, ചില ആളുകൾ ബീച്ചുകളിൽ പോവാറുണ്ട്. അതായത് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ആഗ്രഹം വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ബീച്ചുകളിലും ഒറ്റയ്ക്ക് പോവുക അല്ലെ? അതായത് നമ്മൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടെ ഏകാന്തതയോടുകൂടി ഇരിക്കും. അപ്പൊ നമ്മുടെ മനസ്സിനൊരു സമാധാനം ലഭിക്കും അല്ലെ? അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ആളുകള് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ, ചില ആഗ്രഹങ്ങള് നമ്മൾക്ക് നടക്കാതിരിക്കുന്ന സമയത്ത് നമ്മള്
ഭയങ്കരമായിട്ട് വിഷമിക്കും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ്, അതായത് ഇപ്പോ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചു കൊണ്ട് വിചാരിക്കുക, നമ്മൾക്കത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സമയത്ത് അല്ലെ. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ മനസ്സ് നമ്മളെ ആശ്വസിപ്പിക്കും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ ആശ്വസിക്കാനായിട്ട് നമ്മുടെ അടുത്ത ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് വഴി നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നു മതി കരുതുന്നത് അല്ലെങ്കിൽ മതി സങ്കടപ്പെട്ടത്, ഇവിടെ നിർത്തിക്കോ എന്ന് പറയും. ആ സമയത്ത് നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മറക്കും അല്ലെ. അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി അച്ഛനോട് പറയുവാണ്, അച്ഛാ എനിക്ക് സ്വർണ്ണ കൊലുസ് വേണം എന്ന് പറയുവാണ്. അപ്പൊ അച്ഛൻ പറയുവാണ്, ആ മോളെ ഞാൻ വാങ്ങിച്ചു തരാം, നാളെ എന്തായാലും നിനക്ക് സ്വർണ്ണ കൊലുസ് വാങ്ങിച്ചു തരാം, നാളെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന പറയുവാണ്. അപ്പൊ വാങ്ങിച്ചു തരാമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ തുടങ്ങി കുട്ടി എന്ത് കാണാൻ തുടങ്ങും, ദിവാസ്വപ്നം കാണാൻ തുടങ്ങും അല്ലെ. ദിവാസ്വപ്നം കാണില്ലേ? ആ, സ്വർണ്ണ കൊലുസിട്ട് നടക്കുന്നത്, ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുന്നത്, സ്കൂളിൽ അതിട്ട് പോകുന്നത് അല്ലെ. അങ്ങനെ കുറേയധികം സ്വപ്നങ്ങൾ ആര് കാണാൻ തുടങ്ങും, കുട്ടി കാണാനായിട്ട് തുടങ്ങും. ആ സാധനം കിട്ടുന്നത് വരെ എന്തായിരിക്കുള്ളൂ, കുട്ടി സ്വപ്നം കണ്ട് നടക്കുകയായിരിക്കുള്ളൂ അല്ലെ. ഓക്കെ, പിറ്റേ ദിവസം അച്ഛൻ വന്നു. അപ്പൊ അച്ഛനോട് കുട്ടി ചോദിക്കുവാണ്, അച്ഛ എന്റെ സ്വർണ്ണ കൊലുസ് എവിടെയെന്ന് ചോദിക്കുവാണ്. അപ്പൊ അച്ഛൻ പറയുവാണ്, മോള് പറഞ്ഞ ഡിസൈൻ കിട്ടിയില്ല എന്ന് പറയുവാണ്. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും വിഷമം തോന്നും. കാരണം അത്രയും നേരം ആഗ്രഹിച്ചതാണ്, അത്രയും നേരം സ്വപ്നം കണ്ടതാണ്, പെട്ടെന്ന് കിട്ടിയില്ല എന്ന് പറയുമ്പോ വിഷമം തോന്നും അല്ലെ. പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും, ഭയങ്കരമായിട്ട് വിഷമം തോന്നും, ഒരു നിരാശ തോന്നും അല്ലെ, എന്തോ നഷ്ടബോധം തോന്നും. അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാട്ടോ നിങ്ങളുമായി ബന്ധപ്പെട്ട്. അങ്ങനെ തോന്നിക്കഴിയുമ്പോ അച്ഛൻ വന്ന് പറയുവാണ്, മോളെ നമുക്ക് വേറെ കടയിൽ നിന്ന് അടുത്ത ദിവസം തന്നെ സ്വർണ്ണ കൊലുസ് വാങ്ങിക്കാന്ന് പറയുവാണ്. അപ്പൊ കുട്ടി സ്വാഭാവികമായിട്ടും ആശ്വസിക്കും, അച്ഛൻ എന്തായാലും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യും, കുട്ടിയുടെ മനസ്സ് സ്വാഭാവികമായിട്ട് അവിടെ ഡിഫൻസ് മെക്കാനിസം രൂപപ്പെടുത്തും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഞാനീ പറയുന്നത് പല പല സാഹചര്യങ്ങളാണ് കേട്ടോ, കുട്ടികളുടെ ഉണ്ട്, മുതിർന്നവരുടെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിഫൻസ് മെക്കാനിസം കുട്ടികൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് കുട്ടികൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ഒരു ക്ലാസ്സിൽ ടീച്ചർ വന്നു, പഠിപ്പിക്കാനായിട്ട് വന്നു. അപ്പൊ കുട്ടികൾ എല്ലാവരും ഇരിപ്പുണ്ട്. ഫ്രണ്ടിലെ 3 കുട്ടികള് ആൺകുട്ടികളോട് ചോദിക്കുവാണ്. സ്വാഭാവികമായിട്ട് ക്ലാസ്സിൽ വരുമ്പോ എന്താണ് ആദ്യം ചോദിക്കുക, അറ്റൻഡൻസ് വിളിച്ചു കഴിഞ്ഞാല് ഹോംവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു എന്ന് ചോദിക്കും അല്ലെ. അതല്ലേ ചോദിക്കുന്നത് ആദ്യം, ആണോ? ആ, അതാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പോ കുട്ടിയോട് 3 കുട്ടികൾ ഇരിക്കുവാണ് കേട്ടോ. അപ്പൊ ടീച്ചർ 3 കുട്ടികളിൽ ആദ്യത്തെ കുട്ടിയോട് ചോദിക്കുവാണ്, ഹോംവർക്ക് ചെയ്തു എന്ന് ചോദിക്കും. അപ്പൊ കുട്ടി പറയും ചെയ്തില്ല എന്ന് പറയും. കാരണം ചോദിക്കും. ഇപ്പൊ പറയുന്ന ഒരു മറുപടിയാണ്, ഞാൻ മറന്നുപോയി. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലേ അത്, എന്ത്, മറന്നുപോയി എന്നുള്ളത് അല്ലെ. എന്താണ് മറന്നുപോയി, ഞാൻ മറന്നുപോയി. അപ്പൊ അതൊരു എക്സ്ക്യൂസ് ആണ്. കാരണം കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ കുട്ടി എന്ത് ചെയ്യണം, സ്വയം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആരും സമ്മതിക്കില്ല. മനുഷ്യരായിട്ടുള്ള നമ്മൾ സമ്മതിക്കും എപ്പോഴെങ്കിലും. നമ്മൾ എപ്പോഴും നമ്മളെ ന്യായീകരിക്കാനല്ലേ ശ്രമിക്കാറ്. നമ്മൾ തെറ്റ് ചെയ്തെന്ന് നമ്മൾ സമ്മതിക്കാറുണ്ടാവും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സമ്മതിക്കാറുണ്ടോ നമ്മൾ തെറ്റാണ്, നമ്മൾ തെറ്റ് ചെയ്തു എന്ന്? ഒരിക്കലുമില്ല. അപ്പൊ കുട്ടിയോട് പറയുന്നത് മറന്നുപോയി, ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഉത്തരം വന്നു, മറന്നു. രണ്ടാമത്തെ കുട്ടിയോട് ചോദിച്ചു, നീ ഹോംവർക്ക് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, മറന്നുപോയി എന്നല്ല പറഞ്ഞത്. ആ കുട്ടി പറഞ്ഞൊരു കാര്യമാണ്, എന്റെ അമ്മ എന്റെ കൂടെ ഇരിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പൊ കുട്ടിയുടെ മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. മറന്നുപോയി എന്നല്ല പറയുന്നത്, പകരം എന്റെ അമ്മ എന്റെ കൂടെ ഇരുന്നില്ല, എന്റെ അമ്മ എന്റെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ഹോംവർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ എന്റെ അമ്മ ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ആ കുട്ടിയും എന്ത് ചെയ്തു, അവിടെ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്തു. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് എന്ത്, മൂന്നാമത്തെ കുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് ഹോംവർക്ക് ചെയ്യാതിരുന്നത് ചോദിച്ചു.
അപ്പൊ മൂന്നാമത്തെ കുട്ടി പറഞ്ഞതാണ്, എന്റെ പെൻസിൽ ഒടിഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. കട്ടർ ഉണ്ടായിരുന്നില്ല. ഞാൻ ചേട്ടനോട് ചോദിച്ചു, അനിയത്തിനോട് ചോദിച്ചു, ആരുടെ അടുത്തും കട്ടർ ഉണ്ടായിരുന്നില്ല അതിനൊന്ന് മൊന വെക്കാൻ. മൊന വെച്ചിരുന്നെങ്കിൽ ഞാനത് ഹോംവർക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്താനേ. അപ്പൊ ആ കുട്ടി പറഞ്ഞ ഉത്തരം എന്താണ്? എന്റെ പെൻസിൽ ഒടിഞ്ഞു പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി ഹോംവർക്ക് ചെയ്യാതെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? എക്സ്ക്യൂസുകളാണ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള എക്സ്ക്യൂസുകൾ. ഇതാരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? മനസ്സാണ്. കാരണം നമ്മുടെ മനസ്സ് ഒരിക്കലും നമ്മളെ കഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും നമ്മൾ വിജയിക്കാനും നമ്മൾ സക്സസ് ആവാനും നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ ജയിച്ചു കാണാനുമാണ് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രതിരോധ തന്ത്രങ്ങൾ ആര് തീർക്കാറുണ്ട്? മനസ്സ് തീർക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രതിരോധ തന്ത്രമാണത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. മോള് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഹോംവർക്ക് എന്താ ചെയ്യാത്തത് ചോദിക്കുമ്പോ ഇനി പറയാലോ ക്ലാസ്സില്. എന്താ ആദ്യത്തെ കുട്ടി എന്താ പറഞ്ഞതെന്നോട് കേട്ടിട്ടില്ല, അത് ചോദിച്ച് മനസ്സിലാക്കി. രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും പറഞ്ഞത് ഓള് കേട്ടു, നല്ല ചിരിയായിരുന്നു. ഫസ്റ്റത്തെ ആൾ എന്താ പറഞ്ഞത് കേട്ടില്ല. അപ്പൊ 3 കുട്ടികളും ഉപയോഗിച്ചത് വ്യത്യസ്ത തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ? വ്യത്യസ്ത ഉത്തരമായിരുന്നില്ല അവരുടേത്. 3 കുട്ടികൾ ഉപയോഗിച്ചത് വ്യത്യസ്ത തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ്. അത് പ്രത്യേകിച്ച് ഓർത്തു വെക്കുക കേട്ടോ. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ വ്യത്യസ്തരാണ്. എല്ലാവരും ഒരേ ഡിഫൻസ് മെക്കാനിസം ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പലതരത്തിലുള്ള തന്ത്രങ്ങളായിരിക്കും എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്നത്. 3 കുട്ടികളുടെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. എന്താണ് അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോ, അതായത് ഒരാള് ജോലിക്ക് പോവാണ്. ജോലി സ്ഥലത്ത് നിന്ന്, വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് അരമണിക്കൂറേ ഉള്ളൂ ട്രാവൽ. അരമണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും? ഓഫീസിലെത്താം. അപ്പൊ 10 മണിക്ക് അദ്ദേഹത്തിന് ഓഫീസിലെത്തണം. അയാൾ എത്ര മണിക്ക് പുറപ്പെടേണ്ടതുണ്ട് വീട്ടിൽ നിന്ന്? എത്ര മണിക്ക് പുറപ്പെടണം? 9:30 പുറപ്പെടണം. ഒരു ദിവസം ഇയാള് ഓഫീസിൽ ചെന്നപ്പോ 10:15 വൈകിയാണ് ചെന്നത്. അപ്പൊ സുപ്പീരിയർ ചോദിച്ചു, എന്തുകൊണ്ടാ വൈകിയെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്ത് ഉത്തരവായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ട്രാഫിക് ബ്ലോക്ക് ആണെന്ന്. ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു അല്ലെ? അല്ലെങ്കിൽ ട്രാഫിക് ജാം, അതില് പെട്ടുപോയി, എനിക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ അതല്ല കാര്യം. അയാൾ അന്ന് 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ടാണ് അയാൾ 10:15 ഓഫീസിലെത്തിയത്. പക്ഷെ അയാൾ പറയുന്ന കാരണം എന്താ? അയാൾ സമ്മതിക്കുന്നുണ്ടോ അയാൾ വൈകിയാണ് ഇറങ്ങിയത്? നമ്മൾ സമ്മതിക്കില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോവാൻ നോക്കിയേ, നിങ്ങൾ എവിടെയെങ്കിലും കറക്റ്റ് സമയത്തിന് എത്താൻ പറഞ്ഞിട്ട് നിങ്ങൾ ലേറ്റ് ആയെന്ന് വിചാരിക്കുക. നിങ്ങളൊന്ന് നേരത്തെ ഇറങ്ങിയാൽ മതി. പക്ഷെ നിങ്ങൾ നേരത്തെ ഇറങ്ങില്ല. നിങ്ങൾ പറയും ബ്ലോക്ക് ഉണ്ടായിരിക്കാം, ശരിയാണ്, പക്ഷെ നമ്മൾ വൈകിയത് കൊണ്ടാണ് നമ്മൾ സ്ഥലത്തെത്താനായിട്ട് വൈകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പല കാരണങ്ങളും പറയും. ബ്ലോക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ബസ് കിട്ടിയില്ല, ഓട്ടോറിക്ഷ കിട്ടിയില്ല, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോ ഇതും മനുഷ്യരായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസംസ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്ന സാധനമാണല്ലേ ഡിഫൻസ് മെക്കാനിസം? അതെ അതെ, കള്ളം പറയാനായിട്ട് പ്രേരിപ്പിക്കും കേട്ടോ. കാരണം നമ്മുടെ മനസ്സിന് ഇഷ്ടമല്ല നമ്മൾ എവിടെയും തോന്നുന്നത്. മനസ്സെപ്പോഴും വളരെ സുഖകരമായിട്ടുള്ള അവസ്ഥയിലൂടെ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആവുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും വിഷമം വന്നു എന്ന് വിചാരിക്കാം, നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുള്ളി ഇങ്ങനെ വരാനായിട്ട് ആരംഭിച്ചു. പിന്നെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതായത് വലിയൊരു നിലവിളിയായിട്ട് അത് മാറും, അല്ലെ? അതിനുശേഷം കുറച്ച് കഴിയുമ്പോ സ്വാഭാവികമായിട്ട് ആ കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും? നിലവിളി പിന്നെ വരാണ്ടാവും. കുട്ടികൾ അങ്ങനെയല്ലേ കരയുന്നേ? എന്തെങ്കിലും കാര്യത്തിന് വാശി പിടിച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് ഒന്ന് കരച്ചിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നിർത്താതെ കരയും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശാന്തവും, അല്ലെ? അവിടെയും ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ടൂൾ കൊണ്ടായിരിക്കും അതിനെ പ്രതിരോധിക്കുന്നത്. ഒരു
പാവയ്ക്ക് വേണ്ടി കരഞ്ഞിരിക്കുന്ന ഒരു കുട്ടി, ഡോളിന് വേണ്ടി കരഞ്ഞിരിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിക്ക് അത് കിട്ടുന്നത് വരെ ആ കുട്ടി കരഞ്ഞിരിക്കും. അതിനിടയ്ക്ക് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും അച്ഛനമ്മമാർ എന്ത് ചെയ്യും? പിന്നെ മേടിച്ചു തരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് ആ കുട്ടിയെ ആശ്വസിക്കും. അപ്പോ നിലവിളി മാറും സ്വാഭാവികമായിട്ടും. ഇതൊക്കെ അതായത് നമ്മുടെ മനസ്സിന് തോന്നണം, അതായത് സൊല്യൂഷൻ ഉണ്ടെന്ന് തോന്നണം. അപ്പോഴാണ് ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോഴാണ് നമ്മള് ശാന്തരാകുകയുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോ എന്താ പറയാ, കുറേയധികം പ്രതിസന്ധികളിൽ നിന്നും അല്ലെങ്കിൽ പ്രതിരോധങ്ങളിൽ നിന്നൊക്കെ കുറേയധികം പ്രതിസന്ധികളിൽ നിന്ന് അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യ മനസ്സിനെ കരകയറ്റുന്ന പ്രതിരോധ സംവിധാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഡിഫൻസ് മെക്കാനിസം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? പറഞ്ഞു, എന്താണ്? അപ്പൊ ഈ ഡിഫൻസ് മെക്കാനിസം പ്രവർത്തിക്കാത്ത കൊണ്ട് ഈ കുട്ടികള് ആത്മഹത്യ ചെയ്യാ അങ്ങനെയെല്ലാം കാണുന്നില്ല. ഞാൻ പറയാൻ വന്നത് ഡിഫൻസ് മെക്കാനിസം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാം? സ്വാഭാവികമായിട്ടും സൂസൈഡ് ടെൻഡൻസി കൂടും, ആത്മഹത്യാ പ്രവണത ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. ഓക്കെ. ചിലർക്ക് മെന്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാം, മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നമ്മൾ ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ, പുറത്തുനിന്ന് നോക്കുമ്പോ എല്ലാവരും ഉണ്ട്, പണമുണ്ട്, കാറുണ്ട്, വീടുണ്ട്, എല്ലാ കാര്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റെബിലിറ്റി ഓക്കെ അല്ല, അല്ലെങ്കിൽ അദ്ദേഹം സൂസൈഡ് ചെയ്തു. ഓക്കെ. പുറത്തുനിന്ന് നോക്കുമ്പോ എല്ലാവരും ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് സ്ട്രോങ് അല്ല. ഡിഫൻസ് മെക്കാനിസം ശരിയായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നില്ലെങ്കിൽ ആ വ്യക്തി സൂസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡിപ്രഷനിലേക്കായി, അല്ലെങ്കിൽ മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലാതായത്. ഓക്കെ. അപ്പൊ ഡിഫൻസ് മെക്കാനിസം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക? എല്ലാ രീതിയിലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അപ്പോ ഡിഫൻസ് മെക്കാനിസം വേണം. ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഡിഫൻസ് മെക്കാനിസം ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ജസ്റ്റ് നമ്മള് പാരഗ്രാഫ് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ് കേട്ടോ. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതൊന്ന് നോക്കാം. ആ ഇൻട്രൊഡക്ഷൻ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഇൻട്രൊഡക്ഷൻ ഞാൻ വായിക്കാം. Certain situations or factors intervenes in the smooth development of the individual and cause acute emotional conflict and frustration. These conflicts and frustration endanger the individual's psychological balance. But the human individual is adapted with the mental capacities to protect himself against such psychological menace. As much as his body is equipped with the powers to protect against physical hazards or distress. These protective devices are known as ego defense or defense mechanism, or mental mechanism or dynamisms. They are protective in that they help the individual to overcome threats to his ego. They lessen the distress wrought by frustration and conflict. They ease one's failure, preserve inner harmony, and make the individual able to make adaptation to distressing experiences. There are a few special types or responses which make us feel better, which we use in keeping our self-respect or prestige that is being threatened by our frustrations or hindrance, which we cannot control. When these mechanisms come into action, the indication is that we are facing some problem of adjustment, so that some motivations have been obstructed and that we are trying to find out some way to solve our problems and to mitigate
our tensions. We shall see the important mechanism which work in our daily life. These consist of compensation, rationalization, projection, identification, substitution and sublimation, repression, negativism and sympathism, withdrawal and daydreaming or fantasy. എന്താ മനസ്സിലായത്? മനസ്സിലായത് ഇതിനകത്ത് ഡിഫൻസ് മെക്കാനിസം നമ്മുടെ ഇപ്പം മിസ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഉണ്ട്. പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് എന്നോണം പ്രവർത്തിക്കുന്നതാണ് ഡിഫൻസ് മെക്കാനിസം. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുവാണെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിലും അതിന് നമ്മൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പുതിയ വഴികൾ അത് കണ്ടെത്തും. ട്രൈ ടു ഓവർകം ചെയ്യാനായിട്ട് പുതിയ വഴികൾ കണ്ടെത്തും. ഇതാണ് ഡിഫൻസ് മെക്കാനിസം. പിന്നെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരും. സൈക്കോളജിക്കൽ ഈ മെനേസ് എന്ന് വെച്ചാൽ എന്താ മാം? അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ. ഓക്കെ, അപ്പൊ ഇത്രയുമാണോ ക്ലിയർ ആയത്? ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച്? ആർക്കും പറയാനില്ല? മാം, നമ്മുടെ മനസ്സിനെ കള്ളം പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കുന്നില്ലേ? കുഴപ്പമില്ല, മനസ്സിനൊരു ധൈര്യം കിട്ടാൻ വേണ്ടി. അതാണ് ഡിഫൻസ് മെക്കാനിസം. പക്ഷെ നമുക്ക് റിയാലിറ്റി അറിയാലോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടപ്പെട്ടെന്ന് വെച്ചോ, അപ്പം നമുക്കറിയാലോ, ഇപ്പൊ സ്വർണ്ണം കാണും നഷ്ടപ്പെട്ടെങ്കിലും നമുക്കറിയാലോ അത് കിട്ടത്തില്ലെന്ന്. അപ്പൊ നമുക്കത് ഡിഫൻസ് മെക്കാനിസം അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ എല്ലായിടത്തും പറ്റത്തില്ലല്ലേ? എല്ലായിടത്തും നമുക്ക് ഡിഫൻസ് മെക്കാനിസം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലേ? എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ, അതായത് ഒട്ടുമിക്ക സാഹചര്യങ്ങളിൽ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യും. നമ്മൾക്ക് പ്രതിസന്ധികൾ വരുന്ന സമയം ഡിഫൻസ് മെക്കാനിസം ആണ് വർക്കായിട്ട് നമ്മള് അത് മറന്നിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ശരിയാണ്. നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുന്ന സമയത്ത്, അതായത് നമ്മളുടെ ആരെങ്കിലും മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, ക്ലോസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, കുറച്ചു നാളത്തേക്ക് മാത്രമായിരിക്കും നമ്മൾക്ക് വിഷമം ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് തിരിച്ച് ഓക്കെ ആവില്ലേ? അവിടെ ആരാ ഹെൽപ്പ് ചെയ്യുന്നേ? ഡിഫൻസ് മെക്കാനിസം. അയാളെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ അയാളെ ഓർത്ത് വിഷമിച്ചിരിക്കാൻ പോകുന്നുണ്ടോ? കാരണം നമ്മുടെ മനസ്സിനെ അവിടെ പ്രതിരോധിക്കാനായിട്ട്, അല്ലെങ്കിൽ അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു നല്ല രീതിയിലുള്ള ഒരു ബലം തരുന്നതിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡിഫൻസ് മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത്. ഞാനൊന്ന് വായിക്കാം. ഓക്കെ. Certain situations or factors intervene in the smooth development of the individual and cause acute emotional conflicts and frustration. Okay. ചില സാഹചര്യങ്ങളോ പ്രശ്നങ്ങളോ ഒരു വ്യക്തിയുടെ സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്തും. അതായത് നമ്മളിങ്ങനെ, ഞാൻ നേരത്തെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ചില സാഹചര്യങ്ങൾ വന്നാല്, ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു വ്യക്തിയുടെ സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്തും. അതിലൂടെ നമുക്ക് മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ നിരാശകൾ ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലാണ് ഇമോഷണൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത്. ആണോ? അങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അല്ലേ ഉണ്ടാകുന്നേ? These conflicts and frustrations endanger the individual's psychological balance.
ഇത് വ്യക്തിയുടെ മാനസിക സംഘർഷങ്ങളും നിരാശകളും, അതായത് വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള് വ്യക്തിയുടെ മാനസിക നില, അതായത് സൈക്കോളജിക്കൽ ബാലൻസിനെ ബാധിക്കുന്നു. അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. എന്ത്? ഈ ഒരു പ്രശ്നങ്ങള് വന്നു കഴിഞ്ഞാല് നല്ല രീതിയിൽ വ്യക്തികളെ അത് മോശമായിട്ട് ബാധിക്കും. ഓക്കെ, ഒരു സെക്കൻഡ്. Okay. But the human individual is adapted with the mental capacities to protect himself against such a psychological menace. Psychological menace എന്ന് പറഞ്ഞാല് menace എന്നാണ് കേട്ടോ, മാനസിക ഭീഷണി എന്നാണ് കേട്ടോ, മാനസിക ഭീഷണി. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, മാനസിക ഭീഷണി. As much as his body is equipped with the powers to protect against physical hazards or distress. എന്നാൽ ഇത്തരത്തിലുള്ള മാനസിക ഭീഷണികളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ മനുഷ്യന്റെ മനസ്സിന് പ്രത്യേക കഴിവുകളുണ്ട്. അപ്പൊ മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത എന്താണ്? എന്തെങ്കിലും ഒരു ദുരന്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാല് മനുഷ്യ മനസ്സിന് അത് താങ്ങാനുള്ള കഴിവുണ്ട്. ഓക്കെ, അടുത്തത് പറയുന്നത് നമ്മുടെ ശരീരം രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് പോലെ. ഇവിടെ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ശരീരം രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ ശരീരം എങ്ങനെയാണ് രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത്? ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, പ്രതിരോധ ശേഷി ഇല്ലേ? എന്തെങ്കിലും അണുക്കളൊക്കെ ഉള്ളിലോട്ട് കയറുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നു അല്ലേ? ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പ്രതിരോധ ശേഷിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, അപ്പോ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ഉള്ളതുപോലെ തന്നെ മനസ്സിനും എന്തുണ്ട്? പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വായിക്കാം. The protective devices are known as ego defense or defense mechanism or mental mechanism or dynamism. മനസ്സ് സ്വയം സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഈ മാർഗങ്ങളെയാണ് ഈഗോ ഡിഫൻസ് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ മെന്റൽ മെക്കാനിസം അല്ലെങ്കിൽ ഡൈനാമിസം എന്ന് പറയുന്നത്. അപ്പൊ ഡിഫൻസ് മെക്കാനിസത്തിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് മറ്റു പേരുകള്? പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്, ഈഗോ ഡിഫൻസ് ആണ്, മെന്റൽ മെക്കാനിസം ആണ്, ഡൈനാമിസം ആണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? ഓക്കെ, യെസ്. They are protective in that they help the individual to overcome threats to his ego. Full ആയിട്ട് പറയാം കേട്ടോ. They lessen the distress wrought by frustration and conflicts. They ease one's failure, preserve inner harmony and make the individual able to make adaptations to distressing experiences. There are a few special type or response which make us feel better, which we use in keeping our self-respect or prestige that is being threatened by our frustrations or hindrance which we cannot control. When this mechanism come into action, the indication is that we are facing some problem of adjustment or that some motivation have been obstructed and that we are trying to find out some way to solve our problems and to mitigate our tensions. We shall see the important mechanism which work in our daily life. These consist of compensation, rationalization, projection,
identification, substitution and sublimation, repression, negativism and sympathism, withdrawal and daydreaming or fantasy. Okay. അപ്പൊ ഈ പ്രതിരോധ സംവിധാനങ്ങള് വ്യക്തിയുടെ ആത്മാഭിമാനം, ഈഗോ, അതുപോലെ തന്നെ മനസ്സിനെയും സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, നമ്മളത് സമ്മതിക്കാൻ തയ്യാറാവുമോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ന് രാവിലെ അരി വെച്ചു എന്ന് വിചാരിക്കുക, ചോറ് വെച്ചു, കലത്തില് ഗ്യാസിലിട്ട് ചോറ് വെച്ചു എന്ന് വിചാരിക്കുക. ചോറ് വെന്തുപോയി. ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വന്നു. അപ്പൊ നിങ്ങൾ ചോറ് വിളമ്പി, കറി വിളമ്പി, ഹസ്ബൻഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് പറയാണ്, ഇതൊന്നിനും കൊള്ളില്ല, വെന്തുപോയല്ലോ, പായസാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചോദിക്കുവാണ്. അപ്പൊ നിങ്ങൾ എന്ത് മറുപടി പറയും? ആലോചിച്ച് നോക്കിയേ. എന്താ? അരിയുടെ കുഴപ്പം പറയും. അരിയുടെ കുഴപ്പമാണ്. ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല ചേട്ടാ, അരിയുടെ കുഴപ്പമാണ്. അരി വേവുള്ള അരിയായിരുന്നു, അതുകൊണ്ട് അരി വെന്തുപോയി. ഞാൻ തെറ്റുകാരിയേ അല്ല, അല്ലെ? അപ്പൊ നമ്മുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ നമ്മുടെ ഈഗോയെ സംരക്ഷിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്. ഇത് നമ്മളെ എല്ലാ സമയത്തും യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിങ്ങളുടെ ലൈഫ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളുടെ തെറ്റ് സമ്മതിക്കില്ല. നമ്മൾ വേറെ എന്തെങ്കിലും, ഒന്നില്ലെങ്കിൽ തെറ്റായിട്ടുള്ള ന്യായീകരണങ്ങൾ പറയും, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മേത്ത് കുറ്റം ചാരും. അല്ലേ? കുറ്റപ്പെടുത്താറില്ലേ? നമ്മള് കുറ്റപ്പെടുത്തില്ലേ? കുറ്റപ്പെടുത്താറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിലൂടെ നമ്മൾ തന്നെ എന്ത് ചെയ്യുവാണ്? നമ്മളെ രക്ഷിക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്മൾ നോക്കി. ഇനി അടുത്തത് പറയാനായിട്ടുള്ളത്, നമുക്ക് നിരാശ അല്ലെങ്കിൽ മാനസിക സംഘർഷം അതുമൂലം ഉണ്ടാകുന്ന വിഷമം കുറയ്ക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഡിഫൻസ് മെക്കാനിസം സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഫെയിലിയറുകള് അത് നമ്മൾക്ക് ടോളറേറ്റ് ചെയ്യാനും സഹിക്കാനും മനസ്സിന്റെ സമാധാനം നിലനിർത്താനും പിന്നെ നമ്മളെ വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും ഈ പ്രതിരോധ സംവിധാനങ്ങൾ സഹായിക്കും. എന്തൊക്കെയാണ്? പരാജയങ്ങൾ സഹിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നു, മനസ്സിന്റെ സമാധാനം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു, വിഷമകരമായിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഡിഫൻസ് മെക്കാനിസം തീർക്കുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് വിഷമം വരുന്ന സമയത്ത് നമ്മൾക്ക് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രത്യേക രീതികളിലാണ് നമ്മളത് റെസ്പോണ്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു, എല്ലാ മനുഷ്യരും ഒരേപോലെ ആയിരിക്കില്ല ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. പല രീതിയിലായിരിക്കും എന്ത് യൂസ് ചെയ്യുക? ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത സങ്കടങ്ങളോ നിരാശകളോ മൂലം ആത്മാഭിമാനത്തിന് ഭീഷണി നേരിടുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ നമ്മൾ ഈ പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ഓക്കെ. പിന്നെ എന്താ പറയാ, പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാതെ വരുന്ന സമയത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും മാനസിക സമ്മർദ്ദം, സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫില് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസത്തിന്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കോമ്പൻസേഷൻ ഉണ്ട്, റേഷണലൈസേഷൻ ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സബ്ലിമേഷൻ ഉണ്ട്, റിപ്രഷൻ ഉണ്ട്, നെഗറ്റീവിസം ഉണ്ട്, സിംപത്തിസം ഉണ്ട്, വിഡ്രോവൽ ഉണ്ട്, ഡേ ഡ്രീമിംഗ് അല്ലെങ്കിൽ ഫാന്റസി ഉണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ആണോ? ഇനി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞേ, നിങ്ങൾ ഏതൊക്കെ സമയത്ത് അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാമോ?
നിങ്ങൾ എപ്പോഴും ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്തങ്ങനെ പറഞ്ഞു. ക്ലാസ്സിൽ വൈകി ചെന്നിട്ട് ബസ് കിട്ടിയില്ല എന്ന് പറയും. ശരിക്കും ഉറക്കത്തിന് എണീക്കാൻ വൈകിട്ടാണ്. ശരിയാണ്. അതായത് നമ്മുടെ മനസ്സിന് അറിയാം, നമ്മൾക്ക് അറിയാം നമ്മള് ഇതാണ് ചെയ്തത്, പക്ഷെ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾക്ക് അറിയാൻ പറ്റും ഇതുകൊണ്ടാണ്. ഇപ്പൊ അരി വെന്ത് പോയി എന്ന് പറഞ്ഞാല് നമ്മള് നോക്കാത്തതുകൊണ്ടായിരിക്കും അരി വെന്ത് പോയത്, നമ്മൾക്കറിയാം. പക്ഷെ നമ്മള് അത് സമ്മതിച്ചു കൊടുക്കില്ല. അതാണ് ഡിഫൻസ് മെക്കാനിസം പ്രവർത്തിക്കുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൻസ് മെക്കാനിസം പ്രവർത്തിക്കുന്നു. പിന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്? ഓർത്തു നോക്കിയേ. എല്ലാവരും പറയൂ, എല്ലാവരുടെയും ലൈഫിൽ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട് നിങ്ങള്. എല്ലാവരുടെയും ലൈഫിലുണ്ട് കേട്ടോ ഡിഫൻസ് മെക്കാനിസം. ഇന്ന ആളുകളെന്നൊന്നുമില്ല, എല്ലാവരും ഉണ്ട്. ഇനി ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കാണ് സൂസൈഡ് അറ്റംപ്റ്റ്, അവരാണ് സൂസൈഡ് ടെൻഡൻസി അവർക്കാണ് ഉണ്ടാവുക, ഡിപ്രഷൻ ഉണ്ടാവും, പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ കുറെ അധികം കാര്യങ്ങള് അതിനോടനുബന്ധിച്ച് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരുടെ ലൈഫിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യും. ഓക്കെ, ഈ നെഗറ്റീവ് തിങ്കിങ് ഒക്കെ കൂടുന്നത് ഡിഫൻസ് മെക്കാനിസം കുറവായതുകൊണ്ടാണോ? നമുക്ക് തിങ്കിങ്ങിന്റെ നെഗറ്റീവ് തിങ്കിങ് ആണോ? ഇല്ല, ഡിഫൻസ് മെക്കാനിസം കുറവാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഡിഫൻസ് മെക്കാനിസം ഉള്ളത് കൊണ്ടാണെന്ന് പറയാനാണ് പറ്റുക. നമ്മൾ പഠിക്കുന്നുണ്ട് നെഗറ്റിവിറ്റിയുടെ കാര്യമൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കുള്ളൂ. ഇനി ഇപ്പൊ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയോ ഈ ഒരു ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്? സൈക്കോളജിയുമായിട്ട് എത്ര റിലേറ്റഡ് ആണിത് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എക്സ്പീരിയൻസ് പറഞ്ഞോളൂ കേട്ടോ, ഞാൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. വിദ്യയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാൻ എന്റേത് എന്ന് വെച്ചാല് എന്റെ മോള് കുറച്ചു ദിവസമായി പറഞ്ഞു അവളെ യൂണിഫോമിന്റെ കോട്ട് ഒന്ന് ശരിയാക്കി ലെവലാക്കി കൊടുക്കാൻ. അപ്പം എനിക്കിത് മടി കാരണം ഞാൻ ആക്കിയില്ല. ഞാൻ ലാസ്റ്റ് പറഞ്ഞു മെഷീൻ കേടാന്ന് പറഞ്ഞു. ശരിയാണ്, പക്ഷെ മെഷീൻ കേടാന്ന് പറഞ്ഞു. അറിയാം, മടിയാണെന്ന് അറിയാം, പക്ഷെ മെഷീൻ കേടാണെന്നാണ് പറഞ്ഞത് അല്ലേ? അതായത് നമ്മളുടെ തെറ്റ് നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല ഡിഫൻസ് മെക്കാനിസത്തിൽ. ആ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഡിഫൻസ് മെക്കാനിസം. നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ മറ്റുള്ളവർക്ക് ചിലപ്പോ തോന്നുമാ ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നും സൊസൈറ്റിക്ക്. പക്ഷെ നമ്മളുടെ ഒരു തൃപ്തി എന്ന് പറഞ്ഞാല് നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെ? ഇപ്പോ നമ്മളിങ്ങനെ ഇപ്പോ നിങ്ങളും ഇപ്പൊ നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ 2-3 പട്ടികൾ കൂട്ടായിട്ട് വന്നിട്ട് നിങ്ങളെ ആക്രമിക്കാനായിട്ട് നോക്കി. നിങ്ങൾ എന്താ ചെയ്യാ? ഓടിക്കളയും. നിങ്ങൾ തനിയെ ഓടാൻ ശ്രമിക്കോ, മറ്റുള്ളവരെ വലിച്ചിട്ട് ഓടോ? എന്താ ചെയ്യാ? തന്നെ ഓടാ. തനിയെ ഓടാനാ ശ്രമിക്കുക. അവിടെ ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ രക്ഷയാണ് നോക്കുന്നത്. തലച്ചോറ് പറയുന്നുണ്ട് നിങ്ങളുടെ രക്ഷയാണ് പ്രധാനം, ഓടിക്കോ, വിട്ടോടാ, ഓടാ, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും അവിടെ നോക്കുന്നില്ല അല്ലെ? പിന്നെ നമ്മുടെ മക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹസ്ബൻഡിനെയൊക്കെ പോട്ടെ പോയിക്കോ എന്നുള്ള രീതിയിലായിരിക്കും അല്ലെ? മക്കളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കളെയും ചേർത്ത് പിടിച്ച് നമ്മൾ ഓടും അല്ലെ? കാരണം നമ്മുടെ മക്കളാണ് നമ്മുടെ ലൈഫിന്റെ, നമ്മുടെ ബോഡിയുടെ ഒരു ഭാഗമാണ് അവര് അല്ലെ? ഭാഗമായിരുന്നു, പിന്നീടാണ് അവര് പുറത്തേക്ക് വന്നത് അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കളെയും ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓടാനായിട്ട് ശ്രമിക്കും. എന്നിരുന്നാലും നമ്മൾ പ്രയോറിറ്റി, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക്, നമ്മൾക്ക് ഇഷ്ടമുള്ള ഘടകങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. നമ്മളുടെ പ്രയോറിറ്റി എപ്പോഴും നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാ, വേറെ ആരുമല്ല ഈ ലോകത്ത്. ശരിയല്ലേ? നമ്മൾ നമ്മളെയല്ലേ ഇഷ്ടപ്പെടുക ആദ്യം, അത് കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവർ ഇഷ്ടപ്പെടും. പാലാണ് തേനാണ് എന്നൊക്കെ പറയുമെങ്കിലും എന്താണ്, നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ സ്വയരക്ഷയാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. 10 പേരെ ഭീകരര് പിടിച്ചുണ്ടോ എന്ന് വിചാരിക്കുക. ആ 10 പേരോട് ഭീകരത ചോദിക്കുകയാണ്, അതായത് ടെററിസ്റ്റ് ചോദിക്കുവാണ് ആർക്കാണ് രക്ഷപ്പെടാൻ ആഗ്രഹം ചോദിക്കുകയാണ്. അപ്പൊ എല്ലാവരും പറയും എനിക്കാണ് രക്ഷപ്പെടാൻ ആഗ്രഹം അല്ലെ? അപ്പൊ അവര് പറയാണ് ഇതിനകത്തുനിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാം, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കാന്ന് പറയും.
അപ്പൊ എന്ത് ചെയ്യും? എന്തെങ്കിലും മത്സരമോ എന്തെങ്കിലും കാര്യമോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവരതിനകത്ത് ജയിക്കാൻ ശ്രമിക്കും. കാരണം ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം. അപ്പൊ എല്ലാവരും സ്വയരക്ഷയാണ് എപ്പോഴും നോക്കുന്നത്. അവനവന്റെ രക്ഷയാണ് എല്ലാ മനുഷ്യരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ലോകത്ത് ഇഷ്ടപ്പെടുന്നത് നമ്മളെ മാത്രമാണ്, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ. കാരണം നമ്മുടെ ലൈഫിന്റെ ഭാഗമാണത്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ബാക്കി എന്തുള്ളൂ, അല്ലെ? ശരിയാണോ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ശരിയാണോ? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നമ്മള് പിന്നെ നമ്മുടെ മക്കള്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി. ഓക്കെ, അപ്പോ നമ്മള് എന്താ പറയാ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മാം, ഇത് ചില സമയത്ത് നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കത്തില്ലേ? നെഗറ്റീവായിട്ട്, അതായത് കൂടിക്കഴിഞ്ഞാലാണ്, കൂടിക്കഴിയുമ്പോഴാണ്. ഡിഫൻസ് മെക്കാനിസം എല്ലാവരിലും ഉണ്ട്, പക്ഷെ ഇതിന്റെ തോത് കൂടിക്കഴിഞ്ഞാല് നെഗറ്റീവായിട്ട് വരും. കാരണം സ്വയം ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചില ആളുകളെ കണ്ടിട്ടില്ലേ? സ്വയം ജയിക്കാൻ വേണ്ടി ആളുകളെ കൊല്ലും, കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തും, ചതി നടത്തും. അതൊക്കെ ഇതിന്റെ അളവ് കൂടി പോകുമ്പോഴാണ് ഉണ്ടാവുക. പക്ഷെ ഇത് വേണം, ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളായിട്ട് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഉണ്ട് കേട്ടോ, മുതിർന്നവരിലുണ്ട് ഡിഫൻസ് മെക്കാനിസം, കുട്ടികളിലുണ്ട് ഡിഫൻസ് മെക്കാനിസം. അങ്ങനെ എല്ലാവരിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡിഫൻസ് മെക്കാനിസം കാണാനായിട്ട്. അപ്പൊ കുട്ടികളിൽ കള്ളം പറയുന്നതൊക്കെ ആണെങ്കിൽ അത് അവർക്ക് ഇത് കൂടുതലായതുകൊണ്ടാണോ? കൂടുതലായതുകൊണ്ടല്ല, അവര് അതിന്റെ ഭാഗമായതുകൊണ്ടാണ്, ലൈഫിന്റെ ഭാഗമായതുകൊണ്ടാണ്. ഹോംവർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഇതൊരു ഈഗോ അല്ലേ? എന്താണ്? ഇതൊരു ഈഗോ അല്ലേ? ആത്മാഭിമാനം രക്ഷിക്കാന്നുള്ളതാണ്. നമ്മൾ ഒരാൾക്ക് വിട്ടുകൊടുക്കാണ്ട് താണു കൊടുക്കൂല എന്നുള്ള ഒരു മനസ്സിന്റെ ഒരു ഇതല്ലേ? താണു കൊടുക്കൂല എന്ന് പറയാനായിട്ട് പറ്റില്ല. നമ്മളെ സ്വയം രക്ഷിക്കാനായിട്ട് ആ സമയത്ത് ചില പ്രതിരോധ മാർഗങ്ങൾ തീർക്കും. അത്രയേ ഉള്ളൂ, നമ്മളെ സ്വയം സംരക്ഷിക്കാനായിട്ട് കേട്ടോ. കൂടുതൽ അളവ് കൂടുമ്പോ പ്രശ്നം ഉണ്ടാകും, പക്ഷെ എല്ലാവർക്കും ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഡിഫൻസ് മെക്കാനിസം ഇല്ലാത്ത വ്യക്തികളില്ല. വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തും, അതില്ലാത്തവര്. കാരണം അവർക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഡിപ്രഷനിലോട്ട് പോകും, അത്തരത്തില് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി വ്യത്യസ്ത തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുവാണേ. സൈൻ ഔട്ട് ആരാ ചെയ്യുന്നേ? വേഗം പറഞ്ഞോളൂ. ഇന്നത്തെ ക്ലാസ്സിലെ ജീവിതത്തിലെ പ്രതിസന്ധികളും മാനസിക സംഘർഷങ്ങളിലും വീണു പോവാതെ നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കാൻ പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു താൽക്കാലിക ഒരു കവചമാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരുപാട് എക്സാമ്പിൾ സഹിതം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന അശ്വതി മിസ്സിന് താങ്ക്സ് പറയുന്നു. അതുപോലെ എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു.